മോളെ ആമി, ആ ചായ എടുത്താ. നമ്മുടെ കുഞ്ഞുണ്ണി അധികാരിയുടെ വർത്താനം എന്തൊക്കെയാപ്പോ? എത്ര കാലായി കണ്ടിട്ട്. അവരുടെ സ്ഥിതിയൊന്നും മോശമില്ല. കുട്ടികളെല്ലാം വലിയ ഉദ്യോഗത്തിലൊക്കെയാ. നിന്റെ മോളാ ആമിന. ചൂടുണ്ടല്ലേ മോളെ? ഇതൊന്ന് ചൂടാറ്റി കൊടുത്തേ. പുതിയാപ്പിള എവിടെ? പുറത്തേക്ക് പോയിരിക്കുക. സൗകര്യങ്ങളൊക്കെ കുറവാണല്ലേ? ബാങ്ക് കൊടുത്ത് ഞാൻ പോട്ടെ. ഞാനുണ്ട്. എന്നാ വരി. ആമി, മോള് ചോറ് വെച്ച മറിയമ്പി. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. മറിയമ്പി, ഒരു ഗ്ലാസ് വെള്ളം.
റബ്ബേ എന്തിനെത്ര പെരുത്ത്? പെണ്ണെ ഡബുവാണ് വീശണത്. വിൽക്കായിരുന്നില്ലേ? ഇന്നലെ തന്നെ ബാക്കിയിരിക്കുക. കായ് തന്നെ ഇതൊക്കെ വിറ്റേന്റെ ബാക്കി. അത് അനക്ക് നന്നാക്കാൻ പറ്റില്ലെങ്കിൽ മേലേരോർക്ക് കണ്ട് കൊടുത്താച്ചാ ആ കുട്ടികൾ തിന്നോളൂ. പത്രാസ് ഇവിടെ വന്നതിന് ശേഷം ഇത്തിരി കൂടുണ്ട് കേട്ടാ. ആ ഉപ്പല്ലേ ഇവിടെ? മറിയമ്പി മേലേരി മൂസാക്കാനെ പറ്റി കേട്ടില്ലേ? നമ്മുടെ പൂട്ടാലിൽ താമസിക്കണതേ. അന്ന് ഇവിടെ വന്ന ആളല്ലേ? ആ, മൂപ്പർക്കൊരു മോളുണ്ട്. എന്തൊരു ചേല കാണാൻ. ഇയോളെ കണ്ടിട്ടില്ലല്ലോ. കണ്ട ആരും നോക്കിന്ന് പോകും. എന്താ നിങ്ങക്ക് ഓളെ നല്ലോണം പിടിച്ചില്ലേ? എന്നാ നിങ്ങളെ ഓളെ അങ്ങ് കെട്ടിക്കോളി. എനിക്ക് നിങ്ങളുടെ ഈ മാഞ്ഞാളം കെട്ടിക്കാനുള്ള നേരമൊന്നുമില്ല. 100 കൂട്ടം പണിയില്ല. മൂസക്ക, ഉപ്പ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ശരി. മദ്രസന്റെ റിപ്പയർ നടക്കാണ്. ആഹാ. അവിടെ ഒന്ന് പോണം. ആ അതുകൊണ്ടാ നേരത്തെ ഇറങ്ങിയത്. ആ ഇരിക്കി.
മൂസക്ക നാട്ടിലൊന്നും പോയില്ലേ? പോവാൻ പറ്റിയില്ല. അബു ആണെങ്കിൽ പണിക്ക് പോയാ വൈകുന്നേരമാവും വരാൻ. പിന്നെ ആമി ഒറ്റക്കല്ലേ ഇവിടെ കുടിയിലുള്ളൂ. ആ, ഒന്ന് ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ചായ ഒന്നും വേണ്ടാട്ടാ. ഇന്ന് രാവിലെ അബു കുറച്ച് പൂട്ടമീൻ കൊണ്ടുവന്നു. കുട്ടിക്ക് അങ്ങോട്ട് കൊടുത്തേക്കാനൊട്ട് ഇല്ലേനും. എന്തിനപ്പോ അതൊക്കെ? സ്വന്തം നാടേതാ കുടിയേതാ ഒന്നും അവൻ അറിഞ്ഞൂടാ. ഞാൻ മുറുക്ക വന്നിട്ട് നല്ലൊരു മോള്. മേലേരി തറവാട്ടിൽ ഇന്ന് വരെ അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല. അന്ന് എല്ലാവരും മൂസക്കാനെ പരിഹസിച്ച്, കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ. അന്ന് മൂസക്ക പിന്നെ വേറെ എന്ത് ചെയ്യാനാ? അതിനിപ്പോ എന്താ മൂസക്കാക്കൊരു ഇടങ്ങറെത്തിയിട്ടുള്ളത്? ആ ചെക്കൻ എന്തുപോലെ ആ മോളെയും തന്തേനെയും നോക്കണം. ഇടങ്ങറത്തിന്നല്ല ഞാൻ പറയണത്. ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. നമ്മുടെ മുതലാളിക്കാണെങ്കിൽ മൂസക്കാനും മോളെയും വലിയ കാര്യ. ഈ ഭാഗ്യം തട്ടിക്കളഞ്ഞാ പിന്നെ മൂസക്കായും മോളും കരിയറിലുണ്ടാവില്ല. പിന്നീട് അനക്കറിഞ്ഞൂടെ മുതലാളിയുടെ സ്ഥിതി? ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോണ ഒരു മൂപ്പറ്റാരാ. നിങ്ങൾക്ക് ആണുങ്ങൾക്ക് ഇഷ്ടം പോലെ കെട്ടാനും തോന്നുമ്പോ മൊഴിചൊല്ലാനൊക്കെ ഇല്ലേ നിയമം? അതിനിപ്പോ വേറൊരുത്തന്റെ പെണ്ണിനെ തീർപ്പിച്ചിട്ട് തന്നെ കെട്ടണമെന്നുണ്ടോ? മടല അനക്ക് ഞാൻ പറയണതായിട്ട് മനസ്സിലാവണില്ല. ഓളെ തീർത്താലും അബുന് വേറെ പെണ്ണ് കിട്ടൂലേ? പിന്നെ ഓ മരിക്കണ വരെ മത്സരത്തിനുള്ളത് ഇത് കഴിഞ്ഞാൽ എന്തായാലും മുതലാളി കൊടുക്കുകയും ചെയ്യൂലേ? ആമിനാക്ക് ഇപ്പൊ ഇതില് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മുതലാളിക്കാണെങ്കിൽ ഒരേ ഒരു പെൺകുട്ടിയാ. ഈ കാര്യം നടന്ന് പടച്ചോന്റെ വേണ്ടുകൊണ്ടായിട്ട് അതിലൊരു ആൺകുട്ടിയെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ദുനിയാവൊക്കെ ഉള്ളിനല്ലേ? മൂസക്കാനോടും അബുനോടും ഞാൻ പറഞ്ഞോളാം. ഈ ആമീനെ വിട്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഓൾക്ക് മനസ്സിലാവും. മൂസക്ക അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്ത് പറയാനാ? ഉള്ളു തുറന്നൊന്ന് പറഞ്ഞേ. മുസ്ലിയാരുടെ അഭിപ്രായം എന്താ? എനിക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ മൂസക്കാട് ഞാൻ വന്നത് പറയോ? പഠിച്ചോ നമ്മളെ രക്ഷിക്കട്ടെ. അള്ളാന്റെ കൽപ്പന അങ്ങനെയാണെങ്കിൽ എന്താ പോയി ഒന്നും ഉണ്ടാത്ത്? വലിയ നിലയിൽ വളർന്നൊരു കുട്ടിയല്ലേ ആമിന. ഓള് ഈ തേങ്ങാക്കൂട്ടിലൊക്കെ കഴിയേണ്ട കുട്ടിയാണോ? ഓൾക്കിപ്പോ ഒരു മഹാഭാഗ്യം വന്നിരിക്കുകയാണ്. അതിനിപ്പോ നമ്മളെന്തിനാ തടസ്സം നിൽക്കണ്? മരണം വരെ ഐശ്വര്യത്തിനുള്ളത് അനക്ക് മുതലാളി തരും. അനക്ക് ഇതിലും നല്ല പെൺകുട്ടിയെ വേറെ കിട്ടൂലേ? ഞാൻ കെട്ടിച്ചേരാം. ഈ ആ മൊയ്തുട്ടി മുതലാളി തരണ കാശ് കൊണ്ട് നല്ലൊരു കച്ചവടം ചെയ്യും. അന്റെയും കഷ്ടപ്പാടൊക്കെ ഒന്ന് തീരട്ടെ. പിന്നെ മൂസാക്കാക്കും ആമിനാക്കും മറിയമ്പി, ഈ എന്തിനാപ്പോ ഇതിനിങ്ങനെ ബേജാറാവണം? ഞാൻ ഹലാലല്ലാത്തൊരു കാര്യമല്ലല്ലോ ചെയ്യണത്. ഇതുകൊണ്ടൊന്നും എന്നോടും മോളോളുടെ സ്നേഹം ഒരിക്കലും കുറയാൻ പോണില്ല.
എന്താ അങ്ങനെ വിചാരിക്കണ്ട.